നമ്മൾ ഇന്ന് എങ്ങനെയാണ് KFC ചിക്കൻ ഉണ്ടാക്കണതെന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 500 ml മിൽക്കാണ് എടുത്തിട്ടുള്ളത്. വാം മിൽക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, പക്ഷേ വിനീഗർ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിനുള്ള സോൾട്ട്, ഒരു 1 ടീസ്പൂൺ ഫ്രഷ് ആയിട്ടുള്ള ഗാർലിക് നല്ലതുപോലെ അരച്ചെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ഒഴിക്കുക. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ പീസസ് സോക്ക് ചെയ്ത് വെക്കാനാണ് പോകുന്നത്. അതിനുവേണ്ടി സ്കിന്നുള്ള ചിക്കനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എങ്കിലേ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഓരോ ചിക്കൻ പീസും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ KFC കട്ട് പീസസ് വെച്ചാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 1.5 ലിറ്റർ ഓയിൽ ആവശ്യം വരും. അതുകൊണ്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു 3 hours ഇതുപോലെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഓരോ പീസസും ഇതുപോലെ വേറൊരു ബൗളിലേക്ക് മാറ്റണം. ചിക്കൻ നല്ലതുപോലെ സോഫ്റ്റും ടെൻഡറും ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒരു 3 hours സോക്ക് ചെയ്ത് വെച്ചത്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ബട്ടർ മിൽക്കിൽ നിന്ന് ഇച്ചിരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ റെസിപ്പിയിൽ ചിക്കൻ എപ്പോഴും നല്ലതുപോലെ സോക്ക് ചെയ്ത് വേണം നമ്മൾ വെക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 എഗ്ഗ് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ളതാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, പിന്നെ 2 ടീസ്പൂൺ ഒണിയൻ പൗഡർ. ഇനി ഒരു 1/2 ടീസ്പൂൺ വിനീഗറും ആവശ്യത്തിനുള്ള സോൾട്ടും ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 1/2 hour മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. എല്ലാ ചിക്കൻ പീസസും നല്ലതുപോലെ സോക്ക് ചെയ്ത് കിടക്കണം. സോക്ക് ചെയ്യാനുള്ള മാരിനേഷൻ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ബട്ടർ മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഫ്ലോർ മിക്സ് റെഡിയാക്കാൻ പാടുള്ളൂ. ഞാനൊരു 1.5 കപ്പ് മൈദയും ഒരു 1/2 കപ്പോളം കോൺഫ്ലവറും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള സോൾട്ട്, പിന്നെ ഗാർലിക് പൗഡറും ഒണിയൻ പൗഡറും. ഒണിയൻ പൗഡർ എപ്പോഴും ഇച്ചിരി കൂടുതൽ വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. എല്ലാം കറക്റ്റാണോ എന്ന് അറിയാനായിട്ട് ഒരു നുള്ളെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയുള്ളൂ. ഇനി ഒരു കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം KFC ചിക്കൻ ട്രൈ ചെയ്തപ്പോഴുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ശരിക്കുള്ള കണക്കനുസരിച്ച് ചിക്കൻ പീസസ് എല്ലാം മുങ്ങിക്കിടക്കാനുള്ള ഓയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി വേറൊരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം എടുത്തു വയ്ക്കാം. അപ്പോൾ തണുത്ത വെള്ളം, നമ്മുടെ ഫ്ലോർ മിക്സ്, പിന്നെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ പീസസ് എല്ലാം ഇതുപോലെ റെഡിയാക്കി വയ്ക്കാം. ഇനി ഓരോ പീസ് നമ്മൾ ഇതുപോലെ എടുത്ത് ഫ്ലോർ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നല്ലതുപോലെ കോട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കോട്ടിംഗ് ആണ് നമ്മുടെ ചിക്കൻ പീസസിന് ആ ജ്യൂസിനെസ് ഒന്നും പോവാതെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ജ്യൂസി ചിക്കൻ കിട്ടണമെങ്കിൽ ഇതുപോലെ ഫസ്റ്റ് കോട്ടിംഗ് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്ത് കൊടുക്കണം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോട്ടിംഗ്. എക്സസ് ആയിട്ടുള്ള പൊടിയെല്ലാം ഒന്ന് തട്ടി കളഞ്ഞതിന് ശേഷം നമ്മളിത് കോൾഡ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒരു 3 seconds നമ്മളിതുപോലെ ഡിപ്പ് ചെയ്ത് വെക്കണം. അതിനുശേഷം പിന്നെയും എടുത്തിട്ട് നമ്മുടെ ഫ്ലോർ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെയും ഫ്ലോർ മിക്സ് വെച്ച് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് കോട്ടിംഗ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ കിട്ടണമെങ്കിൽ ഈ കോട്ടിംഗ് നല്ലതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓരോ പീസസും നിങ്ങൾ കോട്ട് ചെയ്തെടുക്കുക. 2 പീസ് വെച്ചാണ് നമ്മൾ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത പീസ് ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. എല്ലാ പീസസും നമ്മൾ ഒരുമിച്ച് ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ചിക്കൻ പീസസ് ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. എക്സ്ട്രാ ക്രിസ്പിനെസ് വേണമെങ്കിൽ മാത്രം ഇതുപോലെ 2 times നിങ്ങൾ ഫ്ലോർ മിക്സിലും വെള്ളത്തിലും ഡിപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പ്രാവശ്യം മാത്രമേ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. കുക്കറില്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടം കട്ടിയായിട്ടുള്ള പാത്രത്തിലിട്ടും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ പീസസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം റാക്കിലേക്ക് മാറ്റിയോളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ ചിക്കൻ പീസസ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ. ചൂടാറിയാലും ഈ ചിക്കൻ പീസസ് നല്ല ജ്യൂസിയും ക്രിസ്പി ആയിട്ട് തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റും.
അങ്ങനെ എന്തോരം കഴിച്ചാലും മതിയാവാത്ത നമ്മുടെ KFC ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ജ്യൂസിയും ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പീസസ് വേണമെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.